സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചനചിന്തയ്ക്കായി 51 സങ്കീർത്തനം 17 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയുമില്ല. ദാവീദ് ചെയ്ത പാപം അതികഠിനമായിരുന്നു. എങ്കിലും ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി യാചിച്ചപ്പോൾ ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. താൻ ചെയ്തിട്ടുള്ള നീതി പ്രവർത്തനങ്ങളുടെയും ഹോമയാഗങ്ങളുടെയും അകമ്പടിയോടെ ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കു വേണ്ടി യാചിക്കുവാൻ ദാവീദിന് കഴിയുമായിരുന്നു. എന്നാൽ സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ആഴമേറിയ സ്വയപരിശോധനയിൽ ഒരു കാര്യം ദാവീദിന് വ്യക്തമായി: ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും ദൈവിക പ്രസാദത്തിന് മുഖാന്തരമാകുകയില്ല. ഈ രഹസ്യം ബോധ്യമായ നിമിഷത്തിൽ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും പാപത്തെ ഏറ്റുപറയുവാനും ദാവീദ് തീരുമാനമെടുത്തു. അതുകൊണ്ട് ദൈവം ദാവീദിനെ നീതീകരിച്ചു. ആഴമേറിയ പാപബോധമില്ലാതെ ദൈവത്തിന് അർപ്പിക്കുന്ന ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും അർത്ഥശൂന്യമാണെന്ന വലിയ സത്യം ദാവീദ് നമ്മെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധം നാം പാപികളാണെന്ന ബോധ്യം നമ്മിൽ ഉണ്ടാകുമ്പോൾ അത് പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ ആദ്യപടിയായി മാറുന്നു. നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും പലപ്പോഴും ദൈവത്തെ വെറുപ്പിക്കുന്നതാണ്. എന്നാൽ നാം ബലഹീനരായിരിക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് അനുതാപമുള്ളവരാകുമ്പോൾ, അതിലുപരി തകർന്നു നുറുങ്ങിയ ഹൃദയവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസ്നേഹം നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, മറിച്ച് ആശ്വസിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് ധൈര്യമായി കടന്നു വരാം. അവിടുത്തെ ദയയ്ക്ക് തക്കവണ്ണം അവിടുന്ന് നമ്മോട് കൃപ കാണിക്കും. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തയേശുവിൽ ആശ്വാസം കണ്ടെത്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രക്താംബരം പോലെ കടും ചുവപ്പായ ഞങ്ങളുടെ പാപങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കുമല്ലോ. അനുതാപത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും വിശുദ്ധിയോടെ ജീവിപ്പാനും ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ കേട്ടതിനാൽ നന്ദി. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്